കേരളത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യശ്രാവ്യ മഹാകലയാണ് കഥകളി. നൃത്തം, സംഗീതം, സാഹിത്യം, അഭിനയം, ആഹാര്യശോഭ എന്നിവയെ ഒറ്റ വേദിയിൽ സമന്വയിപ്പിക്കുന്ന സമഗ്ര കലാരൂപമായ കഥകളി മലയാളിയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിമാന ചിഹ്നമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. പച്ച, കത്തി, താടി എന്നീ വേഷഭേദങ്ങളിലൂടെ മനുഷ്യ സ്വഭാവങ്ങളുടെ നന്മയും ദോഷവും ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുന്ന ഈ കലാരൂപം കേരളത്തിന്റെ തനത് പാരമ്പര്യത്തിന്റെ ജീവനുള്ള പ്രതീകമാണ്. എന്നാൽ കാലത്തിന്റെ മാറ്റങ്ങളോടൊപ്പം കഥകളി പുതുതലമുറയിൽ നിന്ന് ക്രമേണ അകന്നു പോകുന്നു എന്നത് വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. ദൈർഘ്യമേറിയ അവതരണങ്ങളും ഗഹനമായ ആസ്വാദന ശൈലിയും ഇന്നത്തെ അതിവേഗ ജീവിത രീതിയുമായി പൊരുത്തപ്പെടാതെ വരുന്നതും ഇതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നിരുന്നാലും ക്ഷേത്രോത്സവങ്ങൾ കഥകളിയുടെ നിലനിൽപ്പിന് പ്രധാന വേദികളായി മാറിയിരിക്കുകയാണ്. സാംസ്കാരിക പൈതൃകത്തിൽ സമ്പന്നമായ തിരുവനന്തപുരം ജില്ല കഥകളിയുടെ വളർച്ചയ്ക്കും പ്രചാരണത്തിനും സുപ്രധാന പങ്കുവഹിച്ച പ്രദേശമാണ്. പാരമ്പര്യശൈലി സംരക്ഷിച്ചുകൊണ്ട് പ്രേക്ഷകർക്കു മുന്നിൽ കഥകളിയെ സജീവമായി നിലനിർത്തുന്നതിൽ തിരുവനന്തപുരം മാർഗി ശ്രദ്ധേയമാണ്. മലയാളത്തിന്റെ തനത് കലയായ കഥകളിയെ ഉത്സവ ദിനങ്ങളിൽ ആദരപൂർവ്വം അവതരിപ്പിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ചുരുക്കം ചില മഹാക്ഷേത്രങ്ങളിലൊന്നാണ് പുളിമാത്തൂർ മഹാദേവർ ക്ഷേത്രം. 4ാം ഉത്സവ ദിനത്തിൽ അവതരിപ്പിച്ച അംബരീഷ ചരിതം കഥകളി പ്രാദേശിക കഥകളി പ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റി. തിരുവനന്തപുരം മാർഗിയാണ് അവതരണം നിർവഹിച്ചത്. From the desk, News Kerala Online 24/7.